ഹലോ, എല്ലാവർക്കും ഒരു ശുഭദിനം. ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഒരു സ്പെഷ്യൽ അറിയിപ്പുമായി ഞാൻ വന്നിരിക്കുകയാണ്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഇത് വീഡിയോ കാണുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളും കാത്തിരുന്ന തിരഞ്ഞെടുപ്പ് വിവരത്തിൻ്റെ കാലം വന്നിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. നാം കുറച്ചായി കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പാണിത്. 3 വ്യത്യസ്ത രാഷ്ട്രീയ ഭൂപടങ്ങളെ ചേർത്ത് വെച്ച് ഐക്യകേരളമെന്ന സമന്വയ സ്വപ്നം യഥാർത്ഥമാക്കുന്നതിന് ശേഷമുള്ള 16ാമത്തെ നിയമസഭയിലേക്കാണ് ജനഹിതം തേടുന്നത്. അടുത്ത മാസം 9-ന് ഒറ്റഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ആസാം, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഏപ്രിൽ 9-ന് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-നും പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് ഏപ്രിൽ 23, ഏപ്രിൽ 29 തീയതികളിൽ 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം കൂടി 17.4 കോടി പേർ വോട്ട് ചെയ്യുമെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. എല്ലായിടത്തും മെയ് 4-നാണ് ഫലപ്രഖ്യാപനം. തെരഞ്ഞെടുപ്പുകൾ വരാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. ചൂട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ചായക്കടകളും ബാർബർ ഷോപ്പുകളും ഇന്ന് വ്യാപകമായി കാഴ്ചയിലില്ലെങ്കിലും രാഷ്ട്രീയത്തിലുള്ള മലയാളിയുടെ ഹരത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. ആര് ഭരിച്ചാലും കോരിന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നൊക്കെ ഒരു രസത്തിന് തട്ടിവിടുമെങ്കിലും വോട്ട് കുത്താൻ മലയാളി കൃത്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തും. വോട്ട് തേടി ചെല്ലുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഓരോ വീട്ടിലെയും ആദ്യത്തെ രുചിയറിയുന്ന പ്രചാരണ കാലമാണ് ഇനി വരാനുള്ളത്. തിരഞ്ഞെടുപ്പായാൽ നാടെങ്ങും ഉയരുന്ന ശബ്ദകോലാഹലങ്ങൾ ആസ്വദിക്കാത്ത മലയാളി ഉണ്ടാകില്ല. രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലെന്ന് നമ്മൾ പരിഭവിക്കുകയും ദൂരദിക്കുകളിൽ ജീവിതോത്കർഷത സാധ്യത തേടുകയും ചെയ്യുന്ന യുവാക്കൾ വരെ തിരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിലെ രാഷ്ട്രീയ ചലനങ്ങൾ ശ്രദ്ധിക്കുന്നു. ഒത്താൽ നാട്ടിലെത്തി വോട്ട് ചെയ്യുന്നു. എന്തിനേറെ, കേരളത്തിലെ കൗമാരക്കാർ പോലും സാമൂഹ്യ മാധ്യമങ്ങൾ പോലുള്ള അവരുടേതായ ഇടങ്ങളിൽ രാഷ്ട്രീയ ജാഗ്രത പ്രകടിപ്പിക്കുന്നുണ്ട്. നാം മലയാളികൾ ഒരു രാഷ്ട്രീയ സമൂഹമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പ്രത്യേക ഊർജിത പുതുക്കൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR പ്രഖ്യാപിച്ച ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ കേരളത്തിൽ 2.69 കോടി പേരാണ് വോട്ടർമാരായിട്ടുള്ളത്. എന്നാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ തുടരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 2,71,11,856 പേർ വോട്ടർ പട്ടികയിലുണ്ട്. പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷകൾ ഇനിയും പരിഗണനയിലുണ്ടെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും 40,000-ത്തോളം പേരും കൂടി വോട്ടർ പട്ടികയിൽ ചേർത്തേക്കാമെന്നും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറയുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സംസ്ഥാനത്തെ ഭരണമുന്നണിയായ LDF-ലെ CPM, CPIM കക്ഷികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മത്സരിക്കുന്ന 86 സീറ്റിൽ 80 എണ്ണത്തിൽ CPM ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതിൽ 10 പേരാണ് വനിതകളായുള്ളത്. CPIയുടെ 25 സ്ഥാനാർത്ഥികളിൽ വനിതകൾ 5 പേരാണ്. നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലുമുള്ള സ്ത്രീ സാന്നിധ്യത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ CPM, CPI പട്ടികയിലെ വനിതാ പ്രാതിനിധ്യം തുലോം കുറവാണെന്ന് പറയേണ്ടി വരും. UDF, NDA സ്ഥാനാർത്ഥി പട്ടികകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. 2021-ൽ കേരള ജനത നൽകിയ അസാധാരണമായ സമ്മാനമായ തുടർഭരണത്തിൻ്റെ ആവേശം LDF-ൽ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു 5 വർഷക്കാലം അധികാരം എന്ന തീവ്ര സ്വപ്നത്തിലാണ് LDF. UDF-നാകട്ടെ ഈ തെരഞ്ഞെടുപ്പ് മരണക്കിണർ പോലെയാണ്. പാളിയാൽ ഗർത്തത്തിലേക്ക് പതിക്കുമെന്ന് ഉറപ്പാണ്. എങ്കിലും അവരും പ്രതീക്ഷയിലാണ്.
10 വർഷത്തെ LDF ഭരണം ജനത്തിന് മടുത്തെന്നും അധികാരത്തിൽ തങ്ങൾക്ക് തിരിച്ചെത്താനാകുമെന്നും അവർ കരുതുന്നു. സ്വന്തമായ കണക്കുകൂട്ടലുകളും കേന്ദ്ര ഭരണാധികാരം പകരുന്ന ബലവുമായി NDAയും ആത്മവിശ്വാസത്തോടെ രംഗത്തുണ്ട്. ജനം ആരെ തിരഞ്ഞെടുക്കുമെന്ന് മെയ് 4 നമുക്കറിയാം. ഗ്രാമസ്നേഹി സ്പെഷ്യൽ റിപ്പോർട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന ഒരു അവികസിത കേരളത്തിൻ്റെ കാഴ്ചയുണ്ട്. ആ കാഴ്ചയ്ക്ക് എത്രയേറെ പൊടിവാരിയതിടാൻ ശ്രമിച്ചാലും മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് ലോബികളാൽ നിയന്ത്രണമായ ഒരു ഗുണ്ടാരാജ് കേരളത്തിൻ്റെ മണ്ണിൽ വിത്ത് പാകിക്കൊണ്ട് ഇവിടുത്തെ കർഷക ജനതയെ നശിപ്പിച്ച, കാർഷിക വിപ്ലവത്തെ നശിപ്പിച്ച ഒരു ഭരണം നിങ്ങളുടെ മുന്നിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ഏകാധിപത്യത്തിൻ്റെയും ജനാധിപത്യ ധ്വംസനത്തിൻ്റെയും ഒരു നാളുകൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം മുതൽ LDF ഭരണത്തിൻ്റെ വീഴ്ച കൊണ്ട് കാണാൻ കഴിയുന്നതാണ്. ഇത് എല്ലാ ജനാധിപത്യ വിശ്വാസികളും തിരിച്ചറിഞ്ഞുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ വോട്ടിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു താക്കീത് നൽകുവാൻ, ജനവിധി കേരളത്തിൻ്റെ പഴയകാല നന്മകളെ തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങളുടെ കരങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗ്രാമസ്നേഹിയുടെ ഈ ജനാധിപത്യ ഉത്സവത്തിൻ്റെ നല്ല വശങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് തുടർന്ന് നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം. എല്ലാവർക്കും ഗ്രാമസ്നേഹിയുടെ ഒരു ശുഭദിന ആശംസകൾ നേരുകയാണ്. എല്ലാവർക്കും ജനാധിപത്യം വിജയിക്കട്ടെ. നമുക്ക് ജനാധിപത്യത്തിന് വേണ്ടി ജീവിക്കാം.